ഹോ 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 ഓം ശ്രീ ഗണേശായ നമഃ. ഓം ശ്രീ സരസ്വത്यै നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. സമസ്തജനകല്യാണേ നിരതം കരുണാമയം നമാമി ചിന്മയം ദേവം സദ്ഗുരും ബ്രഹ്മവിദ്വരം. സദ്ഗുരും ബ്രഹ്മവിദ്വരം. മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. പരമാനന്ദമാധവം. സർവവേദാന്തസിദ്ധാന്ത ഗോചരം തമഗോചരം ഗോവിന്ദം പരമാനന്ദം സദ്ഗുരും പ്രണതോസ്മ്യഹം. സദ്ഗുരും പ്രണതോസ്മ്യഹം. അപ്പം നമ്മൾ ഏതാണ്ട് 445ഓളം ശ്ലോകങ്ങൾ കണ്ടു കഴിഞ്ഞിരിക്കുന്നു. ഈ കഴിഞ്ഞ കുറച്ച് ശ്ലോകങ്ങളിലൂടെ നമ്മൾക്ക് ഭഗവാൻ ആദിശങ്കരാചാര്യ ഭഗവാൻ ഒരു ജീവൻ മുക്ത പുരുഷൻ്റെ ലക്ഷണത്തെ വരച്ച് കാട്ടുകയാണ്. ജീവൻ മുക്ത പുരുഷൻ അല്ലെങ്കിൽ സ്ഥിതപ്രജ്ഞൻ്റെ ലക്ഷണങ്ങൾ, ജീവൻ മുക്തൻ്റെ ലക്ഷണങ്ങൾ. അപ്പോൾ അവിടെ നമ്മളൊരു ശക്തമായിട്ടുള്ള ഒരു പ്രസ്താവനയും കണ്ടു. അതായത് ജീവൻ മുക്തനാണോ അല്ലയോ എന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. എങ്ങനെയാണ്? ബ്രഹ്മസാക്ഷാത്കാരം നേടിയ ഒരു മഹാത്മാവിനെ സംബന്ധിച്ചിടത്തോളം സംസാരം എന്നുള്ളതില്ല. ഇനി അതെങ്ങനെയാണ്? വിജ്ഞാത ബ്രഹ്മതത്വസ്യ യഥാപൂർവം ന സംശ്രുതി അസ്തി ചേത്. ഇനി എങ്ങാനും സംസാരം ഉണ്ട് എന്നാണ് എങ്കിൽ സ വിജ്ഞാത ബ്രഹ്മഭാവ, അദ്ദേഹം ബ്രഹ്മത്തെ അറിഞ്ഞിട്ടില്ല. ബഹിർമുഖ. അപ്പോൾ അസ്തി ചേത്, സംസാരം ഉണ്ട് എങ്കിൽ അദ്ദേഹം മുക്തനല്ല എന്ന് തന്നെ കരുതണം. ജീവൻ മുക്തനായിട്ടുള്ള ഒരുവനെ സംബന്ധിച്ചിടത്തോളം സംസാരം എന്നുള്ളത് ഇല്ല എന്നിങ്ങനെ കണ്ടു. ഇനി അപ്പോൾ മനസ്സിൻ്റെ മുൻവാസനകളാൽ, പൂർവ്വവാസനകളാൽ ബഹിർമുഖതയൊക്കെ സാധ്യമാണ്. ബഹിർമുഖമായിട്ട് ഒക്കെ ബഹിർമുഖത സാധ്യമാണ് എന്നൊന്നും ഒരു ഒഴിവുകഴിവും പറയേണ്ട ആവശ്യമില്ല. അതൊന്നും സാധ്യമല്ല. വാസനാതലമൊക്കെ സാധനാതലത്തിലാണ്. ഒരു സാധകനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ പഴയ വാസനകളൊക്കെ അവനെ ഇടയ്ക്കിടയ്ക്ക് അവനിൽ ഉണർന്നു വന്നിരിക്കാം. പക്ഷേ എങ്കിലും മുക്തനെ സംബന്ധിച്ചിടത്തോളം സംസാരം എന്നുള്ളത് ഇല്ല. മുക്തനെ ഒരു തരത്തിലുള്ള വാസനകളൊന്നും, വാസനാക്ഷയം തന്നെയാണ് മുക്തി എന്നുള്ളത്. അപ്പോൾ ഇനി അങ്ങനെ ജീവൻ മുക്തനെക്കുറിച്ച്, ജീവൻ മുക്ത അല്ലെങ്കിൽ സ്ഥിതപ്രജ്ഞനെക്കുറിച്ച് അനവധി ശ്ലോകങ്ങൾ നമ്മൾ കണ്ടു. ഇനി വളരെ രസകരമായിട്ടുള്ള ഒരു വിഷയം ആരംഭിക്കുകയാണ്. മുക്തന് പ്രാരബ്ധം ഉണ്ടോ എന്നുള്ളത്. എൻ്റെ പ്രാരബ്ധം മലയാളി എപ്പോഴും അറിഞ്ഞാണോ അറിയാതെയാണോ കൂടെ ഉപയോഗിക്കുന്ന ഒരു പദമാണ് പ്രാരബ്ധം എന്നുള്ളത്. അപ്പം മുക്തന് പ്രാരബ്ധം ഉണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കാം. 446. നിധിധ്യാസനശീലസ്യ ബാഹ്യപ്രത്യയ ഈക്ഷതേ ബ്രവീതി ശ്രുതിരേതസ്യ പ്രാരബ്ധം ഫലദർശനാത്. നിധിധ്യാസനശീലസ്യ ബാഹ്യപ്രത്യയ ഈക്ഷതേ ബ്രവീതി ശ്രുതിരേതസ്യ പ്രാരബ്ധം ഫലദർശനാത്. 446. നിധിധ്യാസനശീലസ്യ ബാഹ്യപ്രത്യയ ഈക്ഷതേ കാണപ്പെടുന്നു. എന്ത് കാണപ്പെട്ടു?
ബാഹ്യ പ്രത്യയ, ഇത് എക്സ്റ്റേണൽ പെർസെപ്ഷൻ ആൻഡ് ഓൾ, അതായത് ഈ ബാഹ്യ അനുഭവം, ബാഹ്യലോക അനുഭവം ആൻഡ് ഓൾ, ബാഹ്യലോക അനുഭവവുമെല്ലാം നിധിധ്യാസനം ശീലിക്കുന്ന ഒരുവന് ഉണ്ട്, ബാഹ്യലോക അനുഭവം കാണപ്പെടുന്നുണ്ട്. അപ്പോൾ ബാഹ്യലോക വ്യവഹാരമുള്ളതായി പറയുന്നു. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? നിധിധ്യാസനശീലസ്യ ബാഹ്യപ്രത്യയ ഈക്ഷ്യതേ, ബാഹ്യപ്രത്യയ ഈക്ഷ്യതേ ബ്രവീതി ശ്രുതി. ആരാ പറയുന്നത്? ശ്രുതി തന്നെയാണ് പറയുന്നത്. എന്താ ബ്രവീതി ശ്രുതി, ശ്രുതി പറയുന്നു. എന്താ പറയുക? ബ്രവീതി ശ്രുതി ഏതസ്യ പ്രാരബ്ധം ഫലദർശനാത്. ഇപ്പം ശ്രുതി ഇങ്ങനെ പറയുന്നു, കാരണം ഫലദർശനാത്, കാരണം ഈ ഫലം എന്നുള്ളത് ചെയ്ത കർമ്മത്തിൻ്റെ ഫലം, ആ കർമ്മഫലം കാണപ്പെടുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രാരബ്ധം, ആരുടെയാണെങ്കിലും പ്രാരബ്ധം എന്നുള്ളത് ആരംഭിച്ച് കഴിഞ്ഞതാണ്, അതിനെ തടുക്കാനായിട്ട് സാധിക്കില്ല. അത് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. അല്ലേ? ബസ് ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുകയാണ്, പെട്ടെന്ന് അതിനെ നിർത്തിയാലും കുറച്ചുകൂടി ഒന്ന് ഓടിക്കഴിഞ്ഞിട്ട് അത് അവിടെ നിൽക്കും, പെട്ടെന്ന് അങ്ങോട്ട് നിൽക്കില്ല, അല്ലേ? ഒന്ന് കുറച്ചുകൂടി അപ്പോൾ ഒരു ചലനം അതിൻ്റെ ഭാഗത്ത് കാണാം. അപ്പോൾ പ്രാരബ്ധം എന്നുള്ളത് ഇന്ന കർമ്മം ഫലം തരാൻ തുടങ്ങിയിരിക്കുന്നു. നമ്മൾക്ക് സാധാരണ രീതിയിൽ 3 കർമ്മങ്ങളെയാണ് പറഞ്ഞിരിക്കുന്നത്. 3 കർമ്മങ്ങൾ, അതായത് സഞ്ചിത കർമ്മം, നാം ജന്മജന്മാന്തരങ്ങളായിട്ട് ആർജിച്ച അല്ലെങ്കിൽ ശേഖരിച്ച കർമ്മസഞ്ചയം, അതിനെ സഞ്ചിത കർമ്മം എന്ന് പറയുന്നു. അതിൽ തന്നെ ആ കർമ്മവും ആ കർമ്മഫല, അതിൽ നിന്ന് ആ കർമ്മത്തിൻ്റെ ഫലം തരാനായിട്ട് തുടങ്ങുന്നതാണ് പ്രാരബ്ധ കർമ്മം. അതിൽ നിന്ന് കുറച്ച് ഫലവത്താകുകയാണ്, അതാണ് പ്രാരബ്ധ കർമ്മം എന്നുള്ളത്. ഇനി ഇപ്പം പ്രാരബ്ധം എന്ന് പറഞ്ഞാൽ പ്രകർഷേണ ആരബ്ധം, നമുക്ക് ഫലം തരാനായിട്ട് അത് തുടങ്ങിയിരിക്കുന്നു, അത് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു. ഇനി ആഗാമി കർമ്മം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭാവിയിൽ ചില കർമ്മങ്ങൾ നമ്മൾക്ക് ഫലം തരാനായിട്ട് ഇരിപ്പുണ്ട്, ഭാവിയിൽ വന്നു ചേരുന്നു. അപ്പോൾ വന്നു ചേരാനിരിക്കുന്ന കർമ്മഫലങ്ങളെയാണ് ആഗാമി കർമ്മം എന്ന് പറയുന്നത്. അപ്പോൾ പ്രാരബ്ധത്താൽ ലോക അനുഭവം സാധ്യമാണ്, അതായത് ഫലദർശനം നാം കാണുന്നുണ്ട്. അതായത് ജ്ഞാനിയാണ് എങ്കിലും, അല്ലേ, ഇപ്പോൾ ഒരാൾ ബ്രഹ്മസാക്ഷാത്കാരം നേടിയെങ്കിലും അയാൾക്ക് കൊറോണ ബാധിച്ചുകൂടാന്നൊന്നുമില്ല, അല്ലെങ്കിൽ അയാൾക്കൊരു ക്യാൻസറോ അല്ലെങ്കിൽ അതുപോലെയുള്ള പല രോഗങ്ങളൊന്നും വന്നുകൂടാന്നൊന്നുമില്ല. കാരണം ഈ ദേഹത്തിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അനുഭവിക്കണം എന്നുള്ളത് ഒരു പരിധിവരെ നേരത്തെ തന്നെ മുൻകൂട്ടി അല്ലെങ്കിൽ ചെയ്തു വച്ചിരിക്കുന്നതാണ്. നമ്മളുടെ കർമ്മത്തിൻ്റെ ഏതൊക്കെയോ ഉള്ള കർമ്മങ്ങളുടെ ഫലമായിട്ടാണ് ഈ ശരീരത്തെ നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഈ ശരീരത്തിൽ ഇന്ന കാര്യങ്ങളിലൂടെയൊക്കെ കടന്നു പോകണം എന്നുള്ളത് ഓൾറെഡി ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ ഇൻ ബിറ്റ്വീനായിട്ട് അദ്ദേഹം അതിൽ അല്ലെങ്കിൽ ഈ ജീവാത്മ അല്ലെങ്കിൽ ഈ ശരീര മനോബുദ്ധികളും ഒക്കെ ആയിട്ട് താതാത്മ്യപ്പെട്ടിരിക്കുന്ന ആ ആത്മ, ആ താതാത്മ്യം അങ്ങോട്ട് നിലച്ചു എന്ന് കരുതിക്കൊണ്ട് ഈ ശരീരത്തിന് കിട്ടാനുള്ളത് കിട്ടാണ്ടിരിക്കില്ല. അപ്പോൾ പ്രാരബ്ധം എന്നുള്ളത് അത് സാധ്യമാണ്, അത് ലോക അനുഭവമാണ് എന്നൊക്കെ ആദ്യം ഇങ്ങനെ പറഞ്ഞു വെച്ചു കേട്ടോ. ഇനി പതിയെ നമ്മൾക്ക് ആ ടോപ്പിക്ക് വേറൊരു ദിശയിലേക്ക് സഞ്ചരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഒന്നുകൂടി ഈ ശ്ലോകം വായിക്കാം. നിധിധ്യാസനശീലസ്യ ബാഹ്യപ്രത്യയ ഈക്ഷ്യതേ ബ്രവീതി ശ്രുതിരേതസ്യ പ്രാരബ്ധം ഫലദർശനാത്. സുഖാദ്യനുഭവോ യാവത് താവത് പ്രാരബ്ധമിഷ്യതേ ഫലോദയഃ ക്രിയാപൂർവോ നിഷ്ക്രിയോ നഹി കുത്രചിത്. സുഖാദ്യനുഭവോ യാവത് താവത് പ്രാരബ്ധമിഷ്യതേ ഫലോദയഃ ക്രിയാപൂർവോ നിഷ്ക്രിയോ നഹി കുത്രചിത്. അപ്പോൾ എത്ര കാലം ഈ പ്രാരബ്ധം ഉണ്ടായിരിക്കും എന്നാണെങ്കിൽ, യാവത് എത്രത്തോളം കാലം വരെ, സുഖാദി അനുഭവ യാവത്,
യാവത് എത്ര കാലം വരെ ഈ സുഖാദി അനുഭവങ്ങൾ, സുഖാദി എന്ന് പറയുമ്പോൾ സുഖം ദുഃഖം, അതുപോലെ തന്നെ ജീവിതത്തിലെ ഉയർച്ച താഴ്ചകൾ, അതുപോലെ തന്നെ ജയം പരാജയം, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അത് എത്രത്തോളം കാലം വരെ നമ്മളത് അനുഭവിക്കുന്നുവോ അത്രത്തോളം കാലം വരെ പ്രാരബ്ധമുണ്ട്. കാരണം ഇല്ലാതെ കാര്യം ഉണ്ടാകില്ല. അപ്പോൾ ഒരു വിജയം സംഭവിക്കുന്നുവെങ്കിൽ അതിൻ്റെ പിറകിൽ വർക്കുണ്ടാകും അല്ലേ? വിജയത്തിൻ്റെ സക്സസ് കംസ് ബിഫോർ വർക്ക്. അതെവിടെയാണ് സംഭവിക്കുന്നത്? ഡിക്ഷണറി മാത്രമേ ഉള്ളൂ. കാരണം എസ് എന്നുള്ളതാണ് ഡബ്ല്യുയെക്കാളും അല്ലേ ആദ്യം വരിക എസ് ആണ്. അപ്പോൾ സക്സസ് കർമ്മത്തെക്കാളും വർക്കിനേക്കാളും മുമ്പ് വരുന്നുണ്ട് എങ്കിൽ അത് ഡിക്ഷണറി സംഭവിക്കുന്നതാണ്, ഇംഗ്ലീഷ് ഡിക്ഷണറിയിൽ. അപ്പോൾ ഇവിടെ ഏതൊരു കർമ്മത്തിനും ഒരു കർമ്മഫലത്തിനും അതിൻ്റെ പുറകിൽ കർമ്മം ഉണ്ടായിരിക്കും. അപ്പം കർമ്മമില്ലാതെ ഫലമില്ല. നിഷ്ക്രിയോ നഹി കുത്രചിത്. കർമ്മമില്ലാതെ ഫലം ഉണ്ടാകില്ല. അപ്പം അതിനൊരു കാരണം ഉണ്ടാവും. ആ ഫലം അവിടെ കാണുന്നുണ്ട് എങ്കിൽ കാര്യമുണ്ടോ, കാരണം അവിടെ ഉണ്ടായിരിക്കും. അപ്പം അതുകൊണ്ട് ധ്യാനം ശീലിക്കുന്നവനും ഒരു സാധാരണക്കാരനെ പോലെ തന്നെ ജീവിതത്തിലൂടെ സുഖദുഃഖാദികളിലൂടെയൊക്കെ കടന്നു പോകുന്നു. കാരണം എന്താ? അത് പ്രാരബ്ധമാണ്. അപ്പോൾ പ്രാരബ്ധം എല്ലാവരെയും ബാധിക്കും. പ്രാരബ്ധം എത്ര കാലത്തോളം നമ്മൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ? സുഖം കിട്ടുന്നു, അല്ലെങ്കിൽ വിജയമാണ്, ഞാൻ പരാജയപ്പെട്ടു എന്നൊക്കെ തോന്നുന്നുണ്ടോ എങ്കിൽ അത്രത്തോളം കാലം വരെ പ്രാരബ്ധമൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ കർമ്മമില്ലാതെ ഫലമില്ല. ഫലം കാണുന്നുവെങ്കിൽ അതിൻ്റെ പുറകിൽ കർമ്മമുണ്ട്. കാരണം ആ കർമ്മം ഓൾറെഡി ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു, അതിൻ്റെ ഫലം ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു, ആ ഫലം നമ്മൾ അനുഭവിച്ചു തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ കാരണമില്ലാതെ കാര്യമില്ല. നിഷ്ക്രിയോ നഹി കുത്രചിത്. ഇനിയും ഇതേക്കുറിച്ച് തന്നെയാണ് കേട്ടോ. ഈ ശ്ലോകം തന്നെ വ്യക്തമാക്കി തരുന്നുണ്ട്. ഒരുപാട് എക്സ്പ്ലനേഷൻ്റെ ആവശ്യമൊന്നും ഇല്ല. ഈ ശ്ലോകം അത്രമാത്രം സ്പഷ്ടമായിട്ട് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. സുഖാദ്യനുഭവോ യാവത് താവത് പ്രാരബ്ധമിഷ്യതേ ഫലോദയ ക്രിയാപൂർവോ നിഷ്ക്രിയോ നഹി കുത്രചിത് അഹം ബ്രഹ്മേതി വിജ്ഞാനാത് കൽപ്പകോടിശതാർജിതം സഞ്ചിതം വിലയം യാതി പ്രബോധാത് സ്വപ്നകർമ്മവത് അഹം ബ്രഹ്മേതി വിജ്ഞാനാത് കൽപ്പകോടിശതാർജിതം സഞ്ചിതം വിലയം യാതി പ്രബോധാത് സ്വപ്നകർമ്മവത്. അഹം ബ്രഹ്മ ഇതി വിജ്ഞാനാത്. ഞാൻ ആ പരമമായിട്ടുള്ള ബ്രഹ്മമാണ് എന്നുള്ള ആ സാക്ഷാത്കാരത്താൽ, എത്രാമത്തെയാണ്? 448. അഹം ബ്രഹ്മ ഇതി വിജ്ഞാനാത് സഞ്ചിതം കൽപ്പകോടി ശതാർജിതം യാതി വിലയം യാതി വിലയം സ്വപ്നകർമ്മവത് പ്രബോധാത്. അപ്പോൾ അഹം ബ്രഹ്മ ഇത് വിജ്ഞാനാത്, ഞാൻ ആ പരമമായിട്ടുള്ള തത്വമാണ് എന്നുള്ള അതിൻ്റെ സാക്ഷാത്കാരത്താൽ, മുമ്പ് ഞാൻ എങ്ങനെയാണ് കരുതിയിരുന്നത്? ഞാനൊരു അല്പനായിട്ടുള്ള ഒരു ജീവനാണെന്നാണ് കരുതിയിരുന്നത്. പക്ഷെ ഇപ്പോൾ എനിക്ക് മനസ്സിലായി, നാഹം ജീവഹ, പരം ബ്രഹ്മ, ആ പരമമായിട്ടുള്ള തത്വം, സത്യം, ആ സത്യമാണ് ഞാൻ, പരമസത്യമാണ് ഞാൻ, അല്ലെങ്കിൽ ആ ബ്രഹ്മമാണ് ഞാൻ എന്നുള്ളത് ഇപ്പോൾ എനിക്ക് മനസ്സിലായി. അപ്പോൾ ഈ ജ്ഞാനത്താൽ എല്ലാം വിലയം പ്രാപിച്ചു എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് വിലയം പ്രാപിച്ചത്? ഹം ബ്രഹ്മേതി വിജ്ഞാനാത് കൽപ്പകോടി ശതാർജിതം. സഞ്ചിതം എന്നുള്ളത് ആ കർമ്മത്തിൻ്റെ കെട്ടാണ്. തൻ്റെ ഗൃഹത്തിങ്കൽ നിന്ന് കൊണ്ടുവന്ന കർമ്മം, ശ്ലോകം കിട്ടുന്നില്ല കേട്ടോ ജ്ഞാനപ്പാനയിൽ. തൻ്റെ ഗൃഹത്തിങ്കൽ നിന്ന് നമ്മൾ തന്നെ ആർജിച്ച ആ കർമ്മം, അതിനെയാണ് സഞ്ചിതം എന്ന് പറയുന്നത്. അത് എത്ര കാലം കൊണ്ട് ആർജിച്ചതാണ്, നാം ശേഖരിച്ചതാണ്, എത്ര കാലം കൊണ്ടാണ് നാം അത് ചെയ്തു തീർത്തതെന്നാണെങ്കിലോ കൽപ്പകോടി ശതം
ഉം. ആ ഒരു കൽപ്പം എന്ന് പറയുന്നത് തന്നെ വളരെ വലിയ ഒരു സംഖ്യയാണ്. അത് തന്നെ കോടി, ആ കൽപ്പകോടി ശതം, അത്രയും വർഷം കൊണ്ട്, അപ്പോൾ അത്രയും ജന്മങ്ങളിലൂടെ നാം ആർജിച്ച ആ കർമ്മം, സഞ്ചിത കർമ്മം, അപ്പം അനാദികാലമായിട്ട് എത്ര കർമ്മങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓരോ കർമ്മത്തിനും അതിൻ്റേതായിട്ടുള്ള ഫലമുണ്ട്. അപ്പോൾ ആ കർമ്മഫലമെല്ലാം വിലയം പ്രാപിക്കുന്നു, നശിക്കുന്നു, അല്ലെങ്കിൽ ഇല്ലാണ്ടായിത്തീരുന്നു. ജ്ഞാനത്താൽ വിലയം പ്രാപിക്കുന്നു. സഞ്ചിത കർമ്മങ്ങളെല്ലാം വിലയം പ്രാപിച്ചിരിക്കുന്നു. ആ സഞ്ചിതത്തിൽ നിന്ന് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു പ്രാരബ്ധം. സഞ്ചിത അവിടെ ഒരു കെട്ടായിട്ട് ഇരിപ്പുണ്ടെങ്കിൽ ആ കെട്ടിൽ നിന്ന് കുറച്ചെടുത്ത് പോന്നു പ്രാരബ്ധത്തിനായിട്ട്. ഇനി ഇപ്പോൾ പ്രബോധാത് സ്വപ്നകർമ്മവത്, ഏതുപോലെയാണോ ഉണർന്നവന് സ്വപ്നം അസ്തമിക്കുന്നത് പോലെ, നല്ല സ്വപ്നം കണ്ട് ഉറങ്ങുകയാണ്, പെട്ടെന്ന് ഉണർന്നു കഴിഞ്ഞപ്പോൾ ആ സ്വപ്നം പൂർണ്ണമായിട്ടും അവിടെ തീർന്നു ആ സമയത്തേക്ക്. അപ്പോൾ സ്വപ്നത്തിൽ നല്ലതും ചീത്തയും ഒക്കെ ആയിട്ടുള്ള അനവധി കർമ്മങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്. സ്വപ്നത്തിൽ ഞാൻ ഒരുവനെ കൊന്നു, ഇനി അതിൻ്റെ ഫലം അനുഭവിക്കാനായിട്ട് സാധിക്കുമോ? ഉണർന്നു, സ്വപ്നം കാണുന്നവൻ ഉണർന്നു. സ്വപ്നത്തിൽ തന്നെ തുടരുമായിരുന്നുവെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ ഫലവും കൂടി ഒക്കെ അനുഭവിക്കുന്നതൊക്കെ ആയിട്ട് കാണാമായിരുന്നു. അപ്പോൾ ആ സ്വപ്നം കാണുന്നവന് ആ സ്വപ്ന കർമ്മത്തിന്, അല്ലെങ്കിൽ കാണുന്ന ആ കർമ്മത്തിന് ആശ്രയം എന്നുള്ളത് ആ സ്വപ്നം കാണുന്നവനാണ്. അപ്പോൾ സ്വപ്നം കാണുന്നവൻ തന്നെയാണ് അതിൻ്റെ ലോക്കസ് എന്ന് പറയുന്ന ആ സ്വപ്നത്തിനായിക്കൊണ്ടിട്ട്. അപ്പോൾ ആശ്രയം അവസാനിച്ച് കഴിഞ്ഞപ്പോൾ കർമ്മഫലവും അവസാനിച്ച് കഴിഞ്ഞിരിക്കുന്നു. അപ്പം അതുപോലെ സ്വപ്നത്തിൽ എല്ലാ കർമ്മവും ഉണ്ട്. പക്ഷെ ഉണർന്നിട്ടുണ്ട് എങ്കിൽ സ്വപ്നം കാണുന്നവൻ തന്നെ ഇല്ല. ആ ഡ്രീമർ എന്നുള്ള ആ ഒരവസ്ഥ ഇല്ലാണ്ടായി. പിന്നെ അവൻ ജാഗ്രതത്തിലേക്ക് വന്നില്ലേ, അവൻ പിന്നെ ജാഗ്രത അഭിമാനി ജീവനായി മാറിയില്ലേ, അവൻ സ്വപ്നം കാണുന്നവനല്ല അപ്പോൾ. അപ്പോൾ അതുപോലെ എല്ലാം പോയി. അതേപോലെ സഞ്ചിതം വിലയം യാതി പ്രബോധാത് സ്വപ്നകർമ്മവത്. അപ്പോൾ ജ്ഞാനി ഉണർന്നിരിക്കുകയാണ്. ഈ ജാഗ്രത അവസ്ഥയിൽ നിന്നും, ഈ വ്യാവഹാരിക ലോകത്തിൽ നിന്നും ജ്ഞാനി പാരമാർത്ഥിക തലത്തിലേക്ക് ഉണർന്നിരിക്കുന്നു. അങ്ങനെ ഉണർന്നിരിക്കുന്ന ഒരു ജ്ഞാനിയെ സംബന്ധിച്ചിടത്തോളം താൻ കർത്താവാണെന്നോ താൻ ഇത് ചെയ്യുന്നുവെന്നോ ഇതിൻ്റെ ഫലം അനുഭവിക്കുമെന്നുള്ള ഭോക്തൃത്വ ഭാവമോ അഭിമാനമോ ഒന്നുമില്ല. ഭോക്തൃത്വ അഭിമാനമൊന്നുമില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഓരോ കാര്യവും ഓരോ കർമ്മവും ചെയ്യുന്നത് ഈ ദേഹ മനോബുദ്ധികളും ഒക്കെ ആയിക്കൊണ്ടിട്ട് ഇഴുകിച്ചേർന്നിട്ട്, ഇത് ഞാനാണ്, ഞാൻ ഈ ദേഹമാണ്, അല്ലെ ഇതെൻ്റെ കൈ കൊണ്ടാണ് ഞാനിത് ചെയ്തിരിക്കുന്നത്, അതുകൊണ്ട് ഇതിൻ്റെ കൂലി എനിക്ക് തന്നെ കിട്ടണം നല്ലതാണെങ്കിൽ, അങ്ങനെയൊക്കെയാണ് നമ്മളുടെ ഭാവം. പക്ഷേ എങ്കിൽ ഒരു ജ്ഞാനിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഈ തരത്തിലുള്ള അഭിമാനങ്ങളൊന്നുമില്ല, താതാത്മ്യാദികളൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹം ഈ വ്യാവഹാരിക ലോകത്തിൽ നിന്നും പാരമാർത്ഥിക തലത്തിലേക്ക് ഉണർന്നവനാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് സഞ്ചിത കർമ്മങ്ങളൊന്നുമില്ല. സഞ്ചിത കർമ്മം പൂർണ്ണമായിട്ടും വിലയം പ്രാപിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. അഹം ബ്രഹ്മേതി വിജ്ഞാനാത് കൽപ്പകോടിശതാർജിതം സഞ്ചിതം വിലയം യാതി പ്രബോധാത് സ്വപ്നകർമ്മവത് യത്കൃതം സ്വപ്നവേളായാം പുണ്യം വാ പാപമുൽബണം സുപ്തോത്ഥിതസ്യ കിം തസ്യാത് സ്വർഗായ നരകായ വാ യത്കൃതം സ്വപ്നവേളായാം പുണ്യം വാ പാപമുൽബണം സുപ്തോത്ഥിതസ്യ കിം തസ്യാത് സ്വർഗായ നരകായ വാ. യത്കൃതം എന്ന് വെച്ചാൽ എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ അതെല്ലാം സ്വപ്നവേളായാം യത് കൃതം പുണ്യം വാ ഉൽബണം, എന്താണത്, അതെ, ഉൽബണം പാപം വാ കിം തത് സ്യാത് സുപ്ത ഉത്തിതസ്യ സ്വർഗായ യാ നരകായ.
അപ്പോൾ യത്കൃതം ചെയ്തതെല്ലാം, എവിടെ ചെയ്ത, സ്വപ്നത്തിൽ ചെയ്തതെല്ലാം, ചിലപ്പോൾ ഉൽബണം പാപം വളരെ വളരെ ഭയാനകമായിട്ടുള്ള അല്ലെങ്കിൽ ഭയങ്കര പാപത്തെ ആയിരിക്കാം സ്വപ്നത്തിൽ ചെയ്തത്. പോലെ ഒരാളെ കൊന്നു, അതൊക്കെ വളരെ വലിയ പാപമാണ്. ചിലപ്പോൾ പുണ്യകർമ്മമാകാം. അപ്പോൾ സ്വപ്നത്തിൽ നിന്ന് ഉണർന്നവൻ ആ പുണ്യകർമ്മത്തിൻ്റെ ഫലമായിട്ട്, ഇപ്പോൾ സ്വപ്നത്തിൽ ചെയ്ത പുണ്യകർമ്മത്തിൻ്റെ ഫലമായിട്ട് അവന് സ്വർഗത്തിലേക്ക് പോകാൻ സാധിക്കുമോ? ഇനി അല്ലെങ്കിൽ സ്വപ്നത്തിൽ ചെയ്ത കർമ്മത്തിൻ്റെ പാപകർമ്മത്തിൻ്റെ ഫലമായിട്ട് ജയിലിൽ പോലീസുകാർ വരുമോ സ്വപ്നം കണ്ടു കഴിയുമ്പോഴത്തേക്കും? എന്നാൽ വരൂ, നീ ആ സ്വപ്നത്തിൽ ഒരാളെ കൊന്നില്ലേ, കൊണ്ടുപോകാൻ വന്നതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വരുമോ? ഇല്ല, അതൊരു സ്വപ്നം മാത്രമാണ്. അതുപോലെ ഒന്നുകൂടി ഇത് വായിക്കാം. യത്കൃതം സ്വപ്നവേളായാം പുണ്യം വാ പാപമുൽബണം സുപ്തോത്ഥിതസ്യ കിം തസ്യാത് സ്വർഗായ നരകായ വാ. സ്വർഗത്തിലേക്കോ നരകത്തിലേക്കോ ഒന്നും ഉണർന്നു കഴിഞ്ഞവനെ ആ സ്വപ്നത്തിലെ കർമ്മഫലമായിട്ട് തേടി വരില്ല. അതുപോലെ ഇനി അടുത്ത ശ്ലോകം. സ്വമസംഗമുദാസീനം ഉദാസീനം പരിജ്ഞായ നഭോയ യഥാ ന സൃഷ്യതി ച യത്കിഞ്ചിത് കദാചിത് ഭാവി കർമ്മഭിഃ. സ്വമസംഗമുദാസീനം പരിജ്ഞായ നഭോ യഥാ ന സൃഷ്യതി ച യത്കിഞ്ചിത് കദാചിത് ഭാവി കർമ്മഭിഃ. അപ്പോൾ അതേപോലെ സ്വം അസംഗമുദാസീനം, പ്രാരബ്ധ കർമ്മങ്ങൾ സുഖദുഃഖാദികൾ ഉള്ളിടത്തോളം കാലം പ്രാരബ്ധ കർമ്മങ്ങളുണ്ട് എന്ന് നമ്മൾ കണ്ടു. സഞ്ചിത കർമ്മമാണെങ്കിലോ അത് വലിയ എത്ര കാലം കൊണ്ട്, കൽപ്പകോടി വർഷങ്ങളെ കൊണ്ട് നാം ചെയ്തിട്ടുള്ള, അതായത് അജ്ഞാനദശയിൽ ചെയ്തു കൂട്ടിയിട്ടുള്ള കർമ്മങ്ങൾ മുഴുവനും വിലയം പ്രാപിക്കും. ഇപ്പോൾ ആഗാമി കർമ്മം എന്നുള്ളത് ഭാവിയിൽ ഇനി വരാൻ പോകുന്ന കർമ്മഫലമാണ്. അപ്പോൾ ഇതൊന്നും ജ്ഞാനിയെ ബാധിക്കില്ല. ഭാവി കർമ്മഭിഃ യത് കിഞ്ചിത്, കുറച്ച് പോലും ജ്ഞാനിയെ ബാധിക്കില്ല, ഭാവി കർമ്മം ബാധിക്കില്ല, സ്പർശിക്കില്ല. കാരണം എന്താ? സ്വം അസംഗം ഉദാസീനം. ഞാൻ അസംഗോയം അസംഗോഹം 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 പുനഃ പുനഃ സച്ചിദാനന്ദരൂപോഹം. ഞാൻ സച്ചിദാനന്ദ സ്വരൂപമാണ്, അസംഗനായിട്ടുള്ള ആത്മാവാണ് എന്ന് അറിവും അനുഭവവുമായിട്ടിരിക്കുന്ന ഒരു മഹാത്മാവിനെ സംബന്ധിച്ചിടത്തോളം ഈ കർമ്മങ്ങളൊന്നും തന്നെ ഇപ്പോൾ ആകാശത്തെ ഉപാധി ബാധിക്കില്ല. ആകാശത്തിൽ ഇപ്പോൾ നമ്മളെയൊക്കെ അല്ലേ ഓരോ സ്ഥലത്ത് ഇപ്പോൾ ഒരു സ്പേസിൽ പലതും കെട്ടി നമ്മൾ പല കാര്യങ്ങളൊക്കെ അവിടെ നിർമ്മിക്കും. അത് വല്ലതും ആകാശത്തെ ബാധിക്കുന്നുണ്ടോ? ആ ഉപാധിയാൽ ബന്ധിതമാണ് എന്ന് തോന്നാം, പക്ഷേങ്കിൽ അത് യഥാർത്ഥത്തിൽ അതൊന്നും ബാധിക്കുന്നില്ല. അപ്പോൾ അതുപോലെ തന്നെ താൻ അസംഗ ആത്മാവാണ് എന്നുള്ള അറിവും അനുഭവമുള്ള ഒരു മഹാത്മാവിനെ സംബന്ധിച്ചിടത്തോളം ഈ തരത്തിലുള്ള കർമ്മങ്ങളൊന്നും തന്നെ സ്പർശിക്കുന്നത് പോലുമില്ല. സ്വമസംഗമുദാസീനം പരിജ്ഞായ നഭോ യഥാ ന സൃഷ്യതി ച യത്കിഞ്ചിത് കദാചിത് ഭാവി കർമ്മഭിഃ. പ്രാരബ്ധ കർമ്മം ഉണ്ടെന്ന് പറഞ്ഞു, അത് നമ്മൾ ഇനിയും നോക്കും, അത് കാണും. പിന്നീട് സഞ്ചിത കർമ്മം വിലയം പ്രാപിക്കുമെന്ന് പറഞ്ഞു. ഇനി ഭാവി കർമ്മങ്ങൾ, ഭാവിയിൽ അനുഭവിക്കാനായിക്കൊണ്ടിട്ട് ഫലം തരാനായിക്കൊണ്ടിട്ടുള്ള കർമ്മങ്ങളും ഉണ്ട്, അതും ബാധിക്കില്ല എന്ന് പറഞ്ഞു. ഇനി അടുത്ത ശ്ലോകം. നഭോ ഘടയോഗേന സുരാഗന്ധേന ലിപ്യതേ തദാത്മോപാധിയോഗേന തദ്ധർമ്മേനൈവ ലിപ്യതേ. നഭോ ഘടയോഗേന സുരാഗന്ധേന ലിപ്യതേ തഥാത്മോപാധിയോഗേന തദ്ധർമ്മേനൈവ ലിപ്യതേ. ഇനി അതൊരു ഉദാഹരണത്താൽ പറഞ്ഞ് മനസ്സിലാക്കി തരികയാണ്. ശൂന്യമായിട്ടുള്ള ഒരു മൺകുടത്തിൽ കുറച്ച് മദ്യം ഒഴിച്ചു. അപ്പോൾ അതിലുള്ള ആ കുടത്തിലുള്ള ഒരു ശുദ്ധമായിട്ടുള്ള ആകാശമുണ്ടല്ലേ, സ്പേസ് ഉണ്ട്. ആ സ്പേസിന് മദ്യത്തിൻ്റെ ഗന്ധം
അല്ലെ? കുടം മണത്ത് നോക്കുമ്പോൾ, മൺകുടം മണത്ത് നോക്കുമ്പോൾ ആ മദ്യത്തിൻ്റെ അല്ലെങ്കിൽ എന്താ അതിൻ്റെ ഗന്ധം കാണും, വൃത്തികെട്ട ഗന്ധമായിരിക്കണം. കാരണം എന്താ, അത് കഴിച്ചിട്ടുള്ളവരെ അങ്ങനെയാണ് അല്ലേ? നമ്മൾക്കിപ്പോൾ ഒരു യാത്രയൊക്കെ ചെയ്യുമ്പോൾ ഒരു വലിയ ദുർഗന്ധമൊക്കെ വരുമ്പോൾ ഒരാളിരുന്ന് ആടുന്നുണ്ടാകും. എന്താ അത് കാരണം? അത് അദ്ദേഹത്തിൻ്റെ ആ പാത്രം അല്ലേ, ശരീരമാകുന്ന ആ പാത്രം മുഴുവനും ഈ വൃത്തികെട്ടത് നിറച്ച് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഗന്ധം പക്ഷേങ്കിൽ യഥാർത്ഥത്തിൽ ആ സ്പേസ് ആ സുരഗന്ധത്താൽ ആ മദ്യത്താൽ ബാധിക്കപ്പെടുന്നില്ല. അതാ ഉപാധിയാൽ അങ്ങനെ ആ ഗന്ധം അനുഭവപ്പെടുന്നുവെങ്കിൽ യഥാർത്ഥത്തിൽ ആകാശത്തെ ഒന്നും ടച്ച് ചെയ്തിട്ടില്ല. അപ്പം മൺകുടത്തെ ബാധിക്കും. അതുകൊണ്ടാണല്ലോ അല്ലേ, മണ്ണാങ്കട്ടയാണ്, ഇതിനെ ബാധിക്കും, ശരീരത്തെ ബാധിക്കും, പക്ഷേ ആകാശത്തെ ഒന്നും ബാധിക്കുന്നില്ല. അതുപോലെ തന്നെ ആത്മാവിനെ ഈ ഉപാധിയുടെ ഗുണങ്ങൾ, ശരീര മനോബുദ്ധി ഈ ഇങ്ങനെയുള്ള ഉപാധിയുടെ ഗുണങ്ങളൊന്നും തന്നെ ആത്മാവിനെ ബാധിക്കുന്നില്ല. അപ്പം സഞ്ചിത കർമ്മങ്ങൾ ആത്മജ്ഞാനത്താൽ നശിക്കുകയാണ് ഒരുവനിൽ. അസംഗ ആത്മാവിനെ ആഗാമി അല്ലെങ്കിൽ ഭാവി കർമ്മങ്ങളും ഒന്നും ബാധിക്കുന്നില്ല. അസംഗ ആത്മാവെന്നുള്ളത് ഒന്നുമായിട്ടും ഒരു അത് മാത്രമേ ഉള്ളൂ, അതല്ലാതെ വേറൊന്നും ഇല്ല. അങ്ങനെ ഒരവസ്ഥയിൽ ഏതുമായിട്ട് ടച്ച് ചെയ്യാനാണ്, അല്ലെങ്കിൽ എങ്ങനെ ബാധിക്കാനാണ്? അപ്പം പ്രാരബ്ധ കർമ്മം മറ്റുള്ളവർക്ക് നോക്കുമ്പോൾ ജ്ഞാനി വളരെയധികം ദുഃഖത്തിലൂടെ കടന്നു പോകുന്നു, അല്ലെങ്കിൽ സുഖിയായിട്ട് വളരെ സുഖിമാനായിട്ട് കഴിഞ്ഞുകൂടുകയാണ് എന്നൊക്കെ നമ്മളെപ്പോലെയുള്ളവർക്ക് തോന്നും. ഓ എത്ര എന്താ സുഖലോലുപനാണ് എന്നൊക്കെ നമ്മൾക്ക് തോന്നാമായിരിക്കാം. പക്ഷേ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അതൊന്നും ബാധിക്കുന്നൊന്നുമില്ല. ഒന്നുകൂടി വായിക്കാം. നഭോ ഘടയോഗേന സുരാഗന്ധേന ലിപ്യതേ തഥാത്മോപാധിയോഗേന തദ്ധർമ്മേനൈവ ലിപ്യതേ. ഇനിയും പ്രാരബ്ധത്തെക്കുറിച്ചാണ്. ഇനിയും കുറേ ശ്ലോകങ്ങളിലൂടെ, ഏതാണ്ട് 464 വരെ എങ്ങാണ്ടുള്ള ശ്ലോകങ്ങളിലൂടെ ഈ ജ്ഞാനിയുടെ പ്രാരബ്ധത്തെക്കുറിച്ചാണ് ചർച്ച. നമ്മൾക്കത് നാളത്തെ ക്ലാസ്സിൽ നോക്കാം. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.